Hello my dears. എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. നമ്മൾ ഇത്രയും എൻജോയ് ചെയ്യാനും ഇത്രയും ഫ്രീഡം അനുഭവിക്കാനൊക്കെ കുറേ പേരുടെ സാക്രിഫൈസസ് ഉണ്ട്. സോ ലെറ്റ്സ് നോട്ട് ഫർഗെറ്റ് ദ സാക്രിഫൈസസ് മെയ്ഡ് ബൈ അവർ ഫ്രീഡം ഫൈറ്റേഴ്സ് ആൻഡ് ഓൾസോ പീപ്പിൾ ഹു ഫോട്ട് ഫോർ ഇൻഡിപെൻഡൻസ്. സോ അവരെല്ലാവരും ഓർത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഇൻഡിപെൻഡൻസ് സ്പെഷ്യൽ ആയിട്ട് ട്രൈ-കളർ ദോക്കളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സാധാരണ നമ്മൾ സ്പോഞ്ചി ദോക്കല ഉണ്ടാക്കുന്നത് കടലമാവ് വെച്ചിട്ടാണല്ലോ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റവ വെച്ചിട്ടാണ്. കാരണം നമുക്ക് ഈ കളറൊക്കെ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതുകൊണ്ട് റവ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ ഇതൊരു ഹെൽത്തിയർ വേർഷൻ ആയിട്ടുള്ള ദോക്കലയാണ്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. സൂചി റവയാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സൂചി റവ ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടെടുത്താൽ മതി. സാധാരണ റവ ഒന്ന് പൊടിച്ചിട്ടെടുത്താൽ മതി. ഇതിപ്പോൾ 2 കപ്പ് റവയിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. വെള്ളം ഒഴിക്കുന്നില്ല ഈ സ്റ്റേജിൽ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിനകത്ത് കളറിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് വെജിറ്റബിൾസ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല. വെള്ളം ഒഴിക്കാതെ തന്നെ നമ്മൾ തൈര് മാത്രം ഒഴിച്ചിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ റവയൊക്കെ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് ഒന്ന് വെക്കണം. ഒരു 15 മിനിറ്റ്സ് എങ്കിലും ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ അത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടുന്നത്. കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇതിനി ഒരു 15 മിനിറ്റ്സ് നമുക്ക് അടച്ചു വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് വെള്ളം ചൂടാക്കാനായിട്ട് വെക്കാം. ദോക്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കാൻ വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇഡ്ഡലി പാത്രമാണ് എടുത്തേക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് എന്തെങ്കിലും ഒരു പാത്രം ഇറക്കി വെക്കാം. ഞാൻ ഇങ്ങനത്തെ ഒരു കുത്തൂത്തുള്ള പാത്രമാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ സ്റ്റീം നന്നായിട്ട് കൊള്ളുമല്ലോ, അതുകൊണ്ടാണ്. ഒരു 15 മിനിറ്റ്സിന് ശേഷം നമ്മൾ ഈ റവ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുതിർന്ന് വന്നിട്ടുണ്ടാവും. ഇനി ഇത് നമുക്ക് ഈക്വലായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കണം. 3 കളറാണല്ലോ, അപ്പോൾ 3 കപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിവിടെ ഒരു തവി കണക്കാണ് എടുത്തേക്കുന്നത് ആദ്യം. അപ്പോൾ ഒരു തവിയോളം ഫുള്ളായിട്ട് ഒരു കപ്പിൽ ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ ബാക്കി 2 കപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ എത്ര വരുന്നോ അത് ഒരുപോലെ തന്നെ 3 കപ്പിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈക്വലായിട്ട് വെക്കുകയാണെങ്കിൽ കളർ കറക്റ്റ് ആയിരിക്കും. 3 കളറും കറക്റ്റായിട്ട് വരും പ്രൊപ്പോർഷന്. അതേപോലെ തന്നെ കാണാനും ഭംഗിയുണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് കൂടുതൽ കുറവ് അങ്ങനെയൊക്കെ തോന്നിക്കും കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യത്തെ കളർ ഒന്ന് റെഡിയാക്കി എടുക്കണം. കേസരി കളർ, സാഫ്രൻ കളർ വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. 1.5 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇത് അരച്ചതിന് ശേഷം അത് അരിച്ചിട്ട് ആ ഒരു വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചത് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഒരു സ്ട്രെയിനർ വെച്ചിട്ട് അരിച്ചെടുക്കാം. ആ വെള്ളം മാത്രം മതി. നമുക്ക് ആ ക്യാരറ്റിൻ്റെ ആ ഒരു എക്സ്ട്രാ ഇതുണ്ടല്ലോ അത് വേണ്ട. കാരണം വെച്ചാൽ അത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ വെള്ളം മാത്രം മതി. ഇപ്പം ഞാൻ ഇങ്ങനെ അരിച്ചെടുക്കുന്നുണ്ടല്ലോ, ഇതുപോലെ മതി. ഇനി ഇങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ചില സമയത്ത് ക്യാരറ്റ് വേവിക്കുന്ന സമയത്ത് കളർ ഇച്ചിരി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും കുറച്ചും കൂടി സ്ട്രോങ് കളർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ടു 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നതുകൊണ്ട് ടേസ്റ്റിന് എന്തെങ്കിലും വ്യത്യാസം വരുമെന്ന് ചോദിച്ചാൽ ഒട്ടും വ്യത്യാസം വരില്ല. മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചേർക്കാം, ഒരു വ്യത്യാസം വരില്ല കേട്ടോ. ഇനി ഇതാ ഞാൻ എടുത്ത് വെച്ചേക്കുന്ന റവയിലോട്ട് 1/4 ടീസ്പൂൺ ഈനോ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഈനോ ഇല്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കാം. അപ്പം ഞാനിവിടെ എൻ്റെ ഈനോ ഉള്ളതുകൊണ്ട് അത് ചേർത്തു. എന്നിട്ട് നമ്മുടെ ഈ ക്യാരറ്റ് ജ്യൂസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചാണ് ചേർത്തിരിക്കുന്നത് ആദ്യം, നമുക്കറിയില്ലല്ലോ എത്രത്തോളം വേണമെന്ന്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ജ്യൂസ് ചേർത്തതിന് ശേഷം ഒന്ന് മെല്ലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള ജ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ബാറ്റർ കറക്റ്റാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര തന്നെ യൂസ് ചെയ്താൽ മതി. അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു ബാറ്റർ ആയിരിക്കണം. ഭയങ്കര അങ്ങ് ലൂസ് ആവാൻ പാടില്ല. നമ്മുടെ ദോശമാവ് പോലല്ല, ഇഡ്ലി മാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, ആ ഒരു രീതിയിൽ കിട്ടിയാൽ മതി കേട്ടോ. അതായത് പെർഫെക്റ്റ് ആണ്, ഇങ്ങനെ കിട്ടിയാൽ മതി. പിന്നെ ഒട്ടും കട്ട ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഫോർക്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ സ്പൂൺ വെച്ചിട്ട് എല്ലാ സൈഡും നന്നായിട്ടൊന്ന് മിക്സ് എടുത്താൽ മതി. ഇനി നമ്മൾ ദോക്ല ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഈ കേക്ക് ടിന്നിലാണ്. നിങ്ങളുടെ കയ്യിൽ കേക്ക് ടിൻ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടല്ലോ അതായാലും മതി. ഏതെങ്കിലും ഒരു പാത്രം, പക്ഷെ നന്നായിട്ട് എണ്ണ തേച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അതാകുമ്പം സൈഡിലൊക്കെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കിട്ടിക്കോളും. അപ്പം ഞാനിവിടെ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാവ്, നമ്മുടെ ഈ റവ മാവ് ഉണ്ടല്ലോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ആവി വരുന്നുണ്ട്. അപ്പോൾ സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്തു. എന്നിട്ട് ഇനി അത് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് വൈറ്റ് കളർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ മിക്സ് വെച്ചേക്കുന്ന റവയിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് തിളപ്പിച്ച പാൽ വേണമെങ്കിലും ചേർക്കാം, തിളയ്ക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ചൂടാക്കാത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും ഈ പറയുന്ന പോലെ അളവ് കൃത്യമായിട്ട് ഞാൻ പറയുന്നില്ല, ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്രത്തോളം വേണ്ടി വരുമെന്ന്. അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്താൽ മതി. അതുകൊണ്ട് ആദ്യമേ ഒരുപാട് പാലം ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ. പിന്നെ ഞാൻ ഈനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും 1/4 ടീസ്പൂണാണ്. നമ്മൾ മൊത്തത്തിൽ ഒരു പാക്കറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈനോ. അപ്പോൾ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ വൈറ്റ് കളറും റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ സ്റ്റീം ചെയ്തുകൊണ്ടിരിക്കുന്ന ദോക്ല ഉണ്ടല്ലോ അത് അടുപ്പത്ത് നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് അപ്പം തന്നെ ആ സമയത്ത് തന്നെ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഈ റവ ഒഴിച്ചു കൊടുക്കാം, വൈറ്റ് കളർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈക്വലി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഈക്വൽ ആയിരിക്കാൻ നോക്കണേ. എന്നിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് വീണ്ടും എടുത്ത് സ്റ്റീമറിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ നല്ല ചൂടാണ് പാത്രം, കൈകൊള്ളാതെ നോക്കണം. അത് കഴിഞ്ഞ് വീണ്ടും അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് ചൂടാക്കി എടുക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് ഗ്രീൻ കളർ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ പാലക്കാണ് എടുത്തേക്കുന്നത്. പാലക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചേക്കുന്നത്, വെള്ളം ചേർത്തിട്ടേ ഇല്ല, അല്ലാതെ അരച്ചെടുത്തേക്കുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം, എന്നാലും നല്ല കട്ടി ഗ്രീൻ കളർ കിട്ടത്തുള്ളൂ. പിന്നെ ഗ്രീൻ കളർ എങ്ങനെ പോയാലും ആവി കയറുമ്പം ലൈറ്റ് ഗ്രീൻ ആവും. അപ്പോൾ അതുകൊണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ അരയ്ക്കാൻ നോക്കണം. അരിച്ചു വെച്ചേക്കുന്ന പാലക്കിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കട്ട കളയാൻ വേണ്ടിയിട്ട് ആദ്യം ഫോർക്ക് യൂസ് ചെയ്യാം, പിന്നീട് സ്പൂൺ വെച്ചിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, കട്ടയൊക്കെ പോയി എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. ഈ സമയത്ത് ഈനോ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഒരു പാക്കറ്റ് കംപ്ലീറ്റ്ലി യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലതുപോലെ അത് ഒന്ന് പത വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റീമറിൽ നിന്ന് പാത്രം എടുത്ത് മാറ്റിയിട്ട് അതിലേക്ക് ഈ ഒരു മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, ഈക്വലി സ്പ്രെഡിങ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ടാപ്പ് ചെയ്യുക, എന്നിട്ട് അത് സ്റ്റീമറിലേക്ക് തന്നെ വെച്ച് കൊടുക്കുക. ഇനി ഇതൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്കൊന്ന് നോക്കിയാൽ മതി, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇടയ്ക്കൊന്ന് നോക്കിയാൽ മതി വെന്തിട്ടുണ്ടോ എന്ന്. ജസ്റ്റ് എന്തെങ്കിലും ഒരു ഫോർക്കോ അല്ലാന്നുണ്ടെങ്കിൽ ടൂത്ത് പിക്കോ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. ഒട്ട് പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അർത്ഥം. പിന്നെ ഗ്രീൻ കളർ ഞാൻ പറഞ്ഞ പോലെ ഒഴിക്കുന്ന കളർ ആയിരിക്കില്ല, കുറച്ച് കഴിയുമ്പോൾ ലൈറ്റ് കളർ ആയിരിക്കും കേട്ടോ. ഈ ഒരു കളർ ആയിരിക്കും, എന്നാൽ ഇത് നല്ല പെർഫെക്റ്റ് ആണ്. ഇനി അത് തണുത്തതിന് ശേഷം മാത്രം ഡിമോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് അത്യാവശ്യം ഒന്ന് തണുക്കുമ്പോൾ നമുക്കൊന്ന് സൈഡൊക്കെ ഒന്ന് വിടിയിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തട്ക റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് പാൻ ചൂടാക്കാൻ വെച്ച് എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചു. ഇനി ഇതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നു. ഞാൻ 4 പച്ചമുളകാണ് ചേർത്തേക്കുന്നത്. പിന്നെ കുറച്ച് കരിവേപ്പിലയും ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം, പക്ഷെ ഞാൻ ഇവിടെ നാരങ്ങ നീര് ചേർത്തിട്ടില്ല. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ താഴെയായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കുന്നില്ല, നമ്മൾ സാധാരണ ദോക്ലയിൽ വെള്ളം ചേർക്കാറുണ്ട്, ബേസൻ ദോക്ലയിലാണെങ്കിൽ. ഇതിൽ അങ്ങനെ ചേർത്തിട്ടൊന്നുമില്ല, റവ ആയതുകൊണ്ട് നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല. ഇനി ഈ തടുക്ക ദോക്ലയുടെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ട്രൈ കളർ ദോക്ല റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയാട്ടോ കാണാൻ, വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ട്. കളർ അടിപൊളിയാണ് കാണാൻ. ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി ഡാർക്ക് കളറാണ് നമുക്ക് നേരിട്ട് കാണുമ്പം. ക്യാമറയിലാകുമ്പോൾ അത്രയും ക്ലിയർ ആയിട്ട് കാണുന്നില്ല, ലൈക്ക് ആ ഒരു ഡാർക്ക്നെസ് കാണുന്നില്ലെന്നേ ഉള്ളൂ. നല്ല കളറാണ്, പെർഫെക്റ്റ് ആണ്. ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. പാലക്കിൻ്റെയോ ക്യാരറ്റിൻ്റെയോ ഒന്നും ടേസ്റ്റ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല, അത്രയ്ക്കും ടേസ്റ്റിയാണ്, അടിപൊളിയാണ്. ഒരു ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ദോക്ലയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ട്രൈ കളർ ദോക്ല ഇഷ്ടമായോ, കാണാൻ ഭംഗിയുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻസിൽ ഒന്ന് പറയണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.